ചെർപ്പുളശ്ശേരി നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്താൻ ആലോചന. ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗം വിഷയം ചർച്ച ചെയ്തു. നഗരസഭയിലെ വാർഡുകളിലേക്ക് റോഡ് വികസനത്തിന് തുക നീക്കിവെക്കുന്നതിനെ ചൊല്ലി യോഗത്തിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ തർക്കവുമുണ്ടായി. ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിലും ഹൈസ്കൂൾ റോഡ് ജംഗ്ഷനിലും സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തുന്നതാണ് ആലോചനയുള്ളത്. നഗരനവീകരണം പൂർത്തിയായതോടെ തുടർച്ചയായി അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. രാത്രികാലങ്ങളിലാണ് കൂടുതൽ അപകടങ്ങൾ. ഈ സാഹചര്യത്തിലാണ് ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗം വിഷയം ചർച്ച ചെയ്തത്. സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണെന്നും എന്നാൽ നഗരസഭയ്ക്ക് റോഡ് സേഫ്റ്റി ഫണ്ട് ഉപയോഗിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതിയോടെ സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്താമെന്നും ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാമെന്നും സെക്രട്ടറി യോഗത്തെ അറിയിച്ചു. സിഗ്നൽ വെക്കേണ്ടത് PWD തന്നെയാണ്. മറിച്ച് നഗരസഭയ്ക്ക് റോഡ് സേഫ്റ്റി ഫണ്ട് ജില്ലാ കളക്ടർ അനുവദിച്ചു തരുന്ന മുറയ്ക്ക് നമുക്ക് റോഡ് സേഫ്റ്റി ഫണ്ട് ഉപയോഗിച്ചിട്ട് സിഗ്നൽ വെക്കാം. ഇനി ഇത് രണ്ടുമില്ല എന്നുണ്ടെങ്കിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ വെച്ചിട്ട് ഏതെങ്കിലും ഏജൻസിയോ മറ്റോ നമുക്ക് തരാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണെങ്കിൽ PWDയുടെ NOCയോട് കൂടിയിട്ട് ചെയ്യാം. അപാകത പരിഹരിക്കാതെയാണ് ടൗൺ വികസനത്തിന്റെ ഉദ്ഘാടനം നടത്തിയതെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ വാദിച്ചതോടെ തർക്കമുണ്ടായി. കൂടാതെ നഗരസഭയിൽ മുഴുവൻ വാർഡുകളിലേക്കും റോഡ് നവീകരണത്തിനും മറ്റും തുക വീതം വയ്ക്കുന്നതിൽ വിവേചനം കാണിക്കരുതെന്നും ഇക്കാര്യത്തിൽ മുൻ ഭരണസമിതികൾ സ്വീകരിച്ച നിലപാട് യോഗത്തിൽ ഭരണപ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിച്ചതും കൗൺസിലിൽ വാദപ്രതിവാദങ്ങൾക്ക് വേദിയായി. 50,000 രൂപയുടെ പ്രൊജക്ടുകൾ ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട്. 50,000 രൂപയുടെ നോക്കങ്ങൾ കൗൺസിലർമാർ തോണ പറയുകയാണെങ്കിൽ നമുക്ക് രേഖകൾ പരിശോധിക്കാലോ. കിട്ടില്ല, നിന്ന് കിട്ടില്ല, പോകാൻ പറയും. കരഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വാർഡിലേക്ക് പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ലാസ്റ്റ് മരിച്ചിരുന്ന ആരെന്ന് പറയണ്ടല്ലോ. എല്ലാവരും കേവലം 19 വാർഡുണ്ടായിരുന്ന ചെർപ്പശ്ശേരി ഗ്രാമപഞ്ചായത്ത് 33 വാർഡായി മാറിയപ്പോൾ നമുക്കുണ്ടായിരുന്ന ആദ്യ വർഷത്തെ വാർഷിക പദ്ധതി അന്നത്തെ നമ്മുടെ 4 കോടി രൂപയാണ്. ബഹുമാനപ്പെട്ട 33 കൗൺസിലർമാർക്ക് 3 ലക്ഷം രൂപ ലഭിച്ചു എന്നുള്ളത് സന്തോഷത്തിലുമാണ്. കാരണം 4 കോടിയുടെ എത്ര ശതമാനമാണ് 3 ലക്ഷം ലഭിച്ചത്? ഒരു നയാ പൈസ വായ്പ എടുക്കാതെ 9 കോടിയുടെ വായ്പ എടുത്ത് 40
വലിപ്പത്തിലാണ്. 1400 വരെ 700 മുതൽ 1400 വരെ വോട്ടർമാരുടെ വാർഡുകളുണ്ട്. അതിനനുസരിച്ച് ആ വാർഡിന്റെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. 200 മുതൽ 450 വീട് വരെ ഉള്ള വാർഡുകളുണ്ട്. ഇതെല്ലാം ഒരേ സ്കെയിലിൽ ആക്കിയെടുക്കും. ഇവിടെയൊക്കെ അതിനനുസരിച്ചുള്ള വികസന ആവശ്യങ്ങളുണ്ട്. അതിനനുസരിച്ച് ഇവിടെ ഇരിക്കുന്ന 1000 വോട്ടർമാരുള്ള കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആർക്കും ഒരു എതിർപ്പുണ്ടാവില്ല ആ കാര്യത്തിൽ. എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവരവരുടെ വാർഡിനനുസരിച്ചുള്ള വലിപ്പമുണ്ടാവട്ടെ. ആ വലിപ്പമുള്ള വാർഡുകളിൽ ഈ പറയുന്ന ഇത്ര 7 ലക്ഷം രൂപ കൊണ്ടൊക്കെയുള്ള കോൺക്രീറ്റ് പ്രവൃത്തികൾ വളരെ ചുരുങ്ങിയ രീതിയിൽ അവിടെ ഇവിടെ തൊട്ടുവയ്ക്കാനേ പറ്റും. അത്തരം വാർഡുകളുടെ വലിപ്പത്തിനും വ്യാപ്തിക്കും അനുസരിച്ച് ആ വാർഡുകളിലേക്ക് ആവശ്യമായ റോഡുകൾക്കുള്ള ഫണ്ട് അനുവദിക്കണം. അതിന്റെ രാഷ്ട്രീയ വ്യത്യാസം നോക്കുന്നത്. അടിയന്തര കൗൺസിൽ യോഗത്തിൽ 3 അജണ്ടകളാണ് ചർച്ച ചെയ്തത്. നഗരസഭ ചെയർപേഴ്സൺ KT ജംസിയ അധ്യക്ഷയായി. CCN ചെർപ്പുളശ്ശേരി.